ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 3/8/2025. നിരീക്ഷണം ചെയ്യുവാൻ തുടങ്ങുന്ന സാധകരിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനർത്ഥം അതൊന്നും നിരീക്ഷണമേ അല്ല എന്നാണ്. നിരീക്ഷണം ഒരു കലയാണ്. അതിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, ആസ്വാദനമുണ്ട്. സത്തയാണ് അതിൻ്റെ സൗന്ദര്യം. ശരിയായ നിരീക്ഷണമാണ് ആസ്വാദനം. മനസ്സിന്റെ വ്യാഖ്യാനങ്ങളിൽ മുങ്ങിയ നിരീക്ഷണം ശരിയായ നിരീക്ഷണമല്ല. രണ്ട് തരത്തിൽ നിരീക്ഷണമുണ്ട്: നിരീക്ഷകന്റെ നിരീക്ഷണവും മനസ്സുകൊണ്ടുള്ള നിരീക്ഷണവും. തന്നിൽ നടക്കുന്ന നിരീക്ഷണം ഏത് തരത്തിലുള്ള നിരീക്ഷണമാണെന്ന് ഒരു സാധകന് കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം. വ്യാഖ്യാനങ്ങളും വിലയിരുത്തലും വികാരങ്ങളുമായുള്ള നിരീക്ഷണം മനസ്സുപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണമാണ്. എന്നാൽ നിരീക്ഷകന്റെ നിരീക്ഷണത്തിൽ മനസ്സില്ലാത്ത നിരീക്ഷണമാണ്. അവിടെ വികാര വിക്ഷോഭങ്ങൾ ഇല്ല, പൂർണ്ണ അവബോധം മാത്രമായിരിക്കും. ഉദാഹരണത്തിന് 5 പേർ മനസ്സുകൊണ്ട് നിരീക്ഷിക്കുന്നു എന്ന് ചിന്തിക്കുക. ആ 5 പേരുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായും വ്യത്യസ്ത അനുഭവങ്ങളും വ്യത്യസ്ത തിരിച്ചറിയലും തന്നെയായിരിക്കും. എന്നാൽ നിരീക്ഷകന്റെ നിരീക്ഷണത്തിലാണ് ഈ 5 പേർ നിരീക്ഷിക്കുന്നതെങ്കിൽ ഈ വ്യത്യസ്തത അവിടെ ഉണ്ടാവില്ല. അവബോധം പലതില്ലല്ലോ. വ്യത്യസ്തത ഉണ്ടാക്കുവാൻ ഒരു ബേക്കറി കടയിൽ കടന്നു ചെല്ലുമ്പോൾ എപ്രകാരമാണോ എല്ലാറ്റിനെയും ശ്രദ്ധയോടെ നോക്കുന്നത്, അപ്രകാരം നമുക്ക് നമ്മുടെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ, മനോഭാവങ്ങളെ എല്ലാം മാറി നിന്ന് നോക്കുവാൻ സാധിക്കാറുണ്ടോ? കുറഞ്ഞപക്ഷം ശ്രദ്ധയോടെ നമ്മളെ നോക്കിക്കാണുക. കണ്ടു കഴിഞ്ഞു എന്ന ചിന്ത ഒഴിവാക്കുക. ഓരോ തവണയും നാം പുതുതായിരിക്കുന്നു, അതിനാൽ കണ്ടു കഴിഞ്ഞു എന്ന് ചിന്തിക്കാതിരിക്കുക. നമ്മളിൽ ശ്വസനം ആവർത്തനമല്ല, പുതിയത് തന്നെയാണ്. അപ്പോൾ ചിന്തകളും ആവർത്തനമല്ല. ഒരു നിരീക്ഷകന്റെ നിരീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഞാൻ നടത്തിയ നിരീക്ഷണം മനസ്സിന്റെ അല്ലെങ്കിൽ നിരീക്ഷകന്റെ നിരീക്ഷണമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിരീക്ഷണം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ മനസ്സ് കടന്ന് വന്ന് നിരീക്ഷണം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിരീക്ഷകന്റെ നിരീക്ഷണം പരാജയപ്പെടുന്നത്? ചിന്തിച്ചതിന് ശേഷം ഉത്തരം പറയുവാൻ ശ്രമിക്കൂ. ഉത്തരം വളരെ ലളിതമാണ്. മനസ്സ് ഉത്തരമായി കണക്കാക്കുന്നത് നിഗമനങ്ങളെയാണ്. എന്തും നമ്മൾ നിരീക്ഷിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. അതാണ് നമുക്ക് തൃപ്തി. നിഗമനങ്ങളിൽ ചെന്ന് ചേരുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. നിരീക്ഷകന്റെ നിരീക്ഷണത്തിൽ നിഗമനങ്ങൾ ഉണ്ടാവാറില്ല. നിഗമനങ്ങളിൽ നമ്മൾ ചെന്ന് ചേരുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് നിരീക്ഷകൻ ഇല്ലാത്ത നിരീക്ഷണമാണ്. അവിടെ ഉണ്ടായിരുന്നത് മനസ്സ് മാത്രമാണ്. ധാരണകളോടും മുൻധാരണകളോടും കൂടിയ മനസ്സിന്റെ നിരീക്ഷണം നിഗമനത്തിൽ എത്തിപ്പെടാതിരിക്കുമോ? എങ്കിലും നാം തിരിച്ചറിയണം എന്നിൽ നടക്കുന്ന നിരീക്ഷണത്തെ. കാരണം യാത്ര അവബോധത്തിലേക്കാണ്. അവബോധത്തെ പോലും വേണ്ടെന്ന് വച്ച് എന്തുകൊണ്ടാവും മനസ്സ് കയറി ഇടപെടുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയാം, മനസ്സ് പ്രവർത്തിക്കുന്നത് ഒരു തരം ആവർത്തനത്തിലൂടെയാണ്. നാം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിച്ച് നോക്കൂ. ദിനചര്യ, ഭക്ഷണചര്യ, സംഭാഷണം, പെരുമാറ്റം, വിനോദം എല്ലാം ഒരു തരം ആവർത്തനത്തിന്റെ ഭാഗമായി നടന്നു വരുന്നതായി കാണാം. ഈ ആവർത്തനം നടക്കാൻ കാരണം നമ്മളിലെ കണ്ടീഷണൽ മനസ്സാണ്. ഇത് മൃഗങ്ങൾക്കും ഉണ്ട്. നടുക്കടലിൽ ചെന്നാലും നായ നക്കിയേ കുടിക്കൂ എന്ന് പറയുന്നത് പോലെയാണ്.
നിരീക്ഷകനാൽ നിരീക്ഷിക്കാൻ പോയ നാം മനസ്സുകൊണ്ട് തന്നെ നിരീക്ഷിക്കുന്നത്. ബോധപ്രാപ്തൻ നിരീക്ഷിക്കുമ്പോൾ ആന്തരികമായും ബാഹ്യമായും മൗനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത് അവബോധത്തിൽ വർത്തിക്കുന്നതിനാലാണ്. അത് സാധിക്കുന്നതോ നിരീക്ഷകന്റെ നിരീക്ഷണത്താലുമാണ്. ഹരിയോ. ഓഗസ്റ്റ് 3-ാം തീയതിയിലെ വൃത്തത്തിലെ ശൂന്യതയില് ഡിസ്കസ് ചെയ്യുന്നത് നിരീക്ഷണം ഏത് തരത്തിൽ നിലനിന്നാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുക, ആ കാര്യത്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരു സാധകൻ അവന്റെ നിരീക്ഷണം ഏത് തലത്തിൽ നിന്നാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. മനോതലത്തിൽ നിന്ന് ചെയ്യുന്ന നിരീക്ഷണം പലതരത്തിലുള്ള മനോവികാരങ്ങൾ, മനോവൃത്തികൾ പ്രകടിപ്പിക്കും. വികാര വിക്ഷോഭം, ന്യായീകരണം, വ്യാഖ്യാനങ്ങൾ, അത് ഷുവർ അല്ലെങ്കിൽ എങ്ങനെ ഒരു നൈരാശ്യം അല്ലെങ്കിൽ ഉത്കണ്ഠ, ഉപേക്ഷ, ഉദാസീനത, ഇതെല്ലാം വരാം. അപ്പോ മനോതലത്തിലെ നിരീക്ഷണം സംഘർഷവും ഉണ്ടാക്കും. എന്നാൽ നിരീക്ഷകന്റെ തലത്തിൽ നിരീക്ഷണം ശാന്തമായ ഭാവത്തിൽ ശ്രദ്ധയോടെ മനോവൃത്തികളെ, സംവേദനകളെ ഒക്കെ നോക്കിക്കാണും. നിസ്സംഗഭാവത്തിൽ എല്ലാം നോക്കിക്കാണുന്ന ഒരു സ്വാഭാവികതയിൽ ആയിരിക്കും നിരീക്ഷകന്റെ നിരീക്ഷണം. പൂർണ്ണ അവബോധത്തിൽ ആയിരിക്കും നിരീക്ഷണം. അപ്പോ അത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന അടുത്ത പാരഗ്രാഫിൽ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം 5 പേര് മനസ്സുകൊണ്ട് നിരീക്ഷിക്കുന്നു എങ്കിൽ അവരുടെ അനുഭവങ്ങളിലും തിരിച്ചറിയലിലും വ്യത്യാസം ഉണ്ടാകുന്നതാണ്. എന്നാൽ നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് 5 പേരുടെ നിരീക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാകില്ല. അവബോധം എന്ന് പറയുന്ന ആ ചേഞ്ച്ലെസ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ അവബോധം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ആ ഒരു സ്റ്റേറ്റ്, ആ ശാന്തതയും സ്വാഭാവികതയും നിസ്സംഗത്തോടെ ഒട്ടലില്ലാതെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അതായത് അതായത് നമ്മള് ഈ നിമിഷത്തിൽ നിന്ന് നമ്മുടെ മനോവൃത്തികളെ എത്രത്തോളം ശ്രദ്ധയോടെയും തുടർച്ചയായും ചെയ്യാൻ പറ്റുമോ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷവും നാം പുതിയതായി മാറുന്നത് ആണ്. അപ്പൊ അങ്ങനെ പുതിയതായി മാറുന്ന നമ്മളെ നിരീക്ഷകന്റെ വെളിച്ചത്തിൽ നിസ്സംഗമായി ശാന്തവുമായി നോക്കി കാണേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ നിരീക്ഷകന്റെ ലെവലിലോട്ട് പോകണ്ടേ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആ നിരീക്ഷണം, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നിരീക്ഷണം നമ്മള് സ്വയം വിശകലനം ചെയ്യുമല്ലോ. അപ്പോ സ്വയം എന്റെ നിരീക്ഷണം എങ്ങനെയാണെന്ന് ഇരുത്തണം. അത് മനോതലത്തിൽ ആയിരുന്നോ അല്ലെങ്കിൽ നിരീക്ഷകന്റെ തലത്തിലായിരുന്നോ എന്ന് അത് എങ്ങനെ അറിയും? അതായത് നിരീക്ഷകന്റെ തലത്തിൽ അല്ലെങ്കിൽ മനസ്സ് കയറി വരുന്നു, അപ്പം നിരീക്ഷണം പരാജയപ്പെട്ടു, എന്തും കൊണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാൻ ആകുകയാണെങ്കിൽ, പക്ഷെ ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് ബോധവാനാവണമെങ്കിൽ മനസ്സ് കയറി വരുവാണെങ്കിൽ ആ ബോധം അവിടെ വർക്ക് ചെയ്യണം എന്നില്ല. കാരണം നിരീക്ഷകന്റെ കാര്യം ശരിയാവുമ്പോഴേ ഉള്ളൂ ആ ബോധം വികാസവും ഉണ്ടാവുന്നത്. അപ്പോ നിരീക്ഷണം ഇപ്പൊ മനോതലത്തിലാണെങ്കിൽ പരാജയപ്പെടുവാണെങ്കിൽ നിരീക്ഷണം, അതായത് നിരീക്ഷണന്റെ തലത്തിൽ അല്ലെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാരണമുള്ളത് ആ മനസ്സ് കയറി വരുന്നു. നിരീക്ഷണം പിന്നെ നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ
അതായത് ആ മനസ്സിന് തൃപ്തി വരണമല്ലോ, ഒരു ആൻസർ കൊടുക്കണം. അപ്പൊ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ മനസ്സ് ഉണ്ട് എന്ന് ഉറപ്പ്. എന്തെങ്കിലും മുൻധാരണയോ സങ്കല്പമോ ഉണ്ടെങ്കിൽ അഹംബോധം പിന്നെ തല ഉയർത്തിയാലും മനോതലത്തിൽ ആണ് നിരീക്ഷണം നടക്കുന്നത്. നാം സാധകര് ശ്രദ്ധയോടെ നമ്മുടെ നിരീക്ഷണം നിഗമനത്തിൽ എത്തുന്നോ അല്ലെങ്കിൽ നിശ്ചലതയിൽ തുടരുന്നോ എന്ന് തിരിച്ചറിയേണ്ടതാണ്. നിശ്ചലതയിൽ അതാ ശ്രദ്ധിക്കേണ്ടത്. അത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. അവബോധത്തിൽ എത്തേണ്ടതാണ്. നിശ്ചലതയിൽ ആവുമ്പോഴേ ഉള്ളൂ അവബോധത്തിൽ എത്താൻ പറ്റുന്നത്. ബോധതലം ഉയരുമ്പോൾ ആണ് നമ്മളെ കുറിച്ച് അറിയുന്നത്. അപ്പോ നിശ്ചലതയിൽ നിലനിൽക്കുക, ബോധവാൻ ആയി വർത്തിക്കുക എന്ന ആണ് സാധകരുടെ ഉദ്ദേശം, ലക്ഷ്യവും അതിനായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവനവനെ അറിഞ്ഞിരിക്കണം. അവനവന്റെ ഉള്ളിൽ ആ നിരീക്ഷണം പിന്നെ നിശ്ചലതയിൽ ആണോ അല്ലെങ്കിൽ മറ്റേ നിഗമനത്തിൽ ചെന്നെത്തുന്ന തരത്തിലാണോ എന്ന് മനസ്സിലാക്കേണ്ടത് ആണ്, തിരിച്ചറിയേണ്ടതാണ്. പിന്നെ അത് ലാസ്റ്റില് ഗുരുജി പറയുന്ന എന്തും കൊണ്ടാണ് അവബോധത്തെ വേണ്ട എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. നമ്മള് ശീലിച്ച ആവർത്തനങ്ങളോട് ഒട്ടൽ ഉണ്ടാവുമ്പോൾ മനസ്സ് പ്രബലമാകും. അതായത് പിന്നെ നിരന്തരം ചെയ്യുന്ന ആ പരിചയത്താൽ ഉണ്ടാകുന്ന ആ ഒരു സ്വഭാവം, ഹാബിറ്റ് വരുമ്പോ ആ സമൂഹത്തിൽ നിന്നും ഉണ്ടായ ഈ മനസ്സ് ഭൂരിപക്ഷവും ചിന്തിക്കുന്നതും ചെയ്യുന്നതും പോലെ ആവർത്തിക്കുകയുള്ളൂ. അതായത് ഒരു കണ്ടീഷൻ മൈൻഡ് അവർക്ക് സുഖകരവും സേഫ് ആയിട്ടും തോന്നും. എല്ലാവരും ചെയ്യുന്നത് പോലെ അങ്ങനെ അവർക്കൊരു സേഫ്റ്റി അവിടെ തോന്നും, ഒരു സുഖം തോന്നും. ഈ മനസ്സിൽ ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ മനസ്സിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകണം എങ്കിൽ അത് ചില ധീരന്മാർക്കേ പറ്റൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഭൂരിപക്ഷവും മറ്റേതാണ്, ആ രീതിയിലാണ്. അതിൽ കുറച്ചു പേർക്ക് മാത്രം പിന്നെ എന്താണ് മൊണോട്ടനസ് ആയിട്ടുള്ള ആ രീതിയിൽ മാറി ചിന്തിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന ധൈര്യമുള്ളവർക്ക് അങ്ങോട്ട് ആ മേഖലയിൽ പോകാൻ പറ്റൂ. അപ്പൊ ആ കണ്ടീഷൻ മൈൻഡിനോട് ഒട്ടി ആവർത്തിക്കുന്ന ചിന്തകളും കർമ്മങ്ങളും ജീവിത ശൈലിയും ശീലിക്കുമ്പോൾ അങ്ങനത്തെ മനസ്സ് പ്രബലമാകും. അപ്പോ നിരീക്ഷണം ചെയ്യുമ്പോൾ മനസ്സ് ഇടപെടും. അവബോധത്തിൽ എത്താന് സാധകൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ബോധപ്രാപ്തന്റെ കൂടെ നിന്ന് മനസ്സിലാക്കണം ആ നിരീക്ഷണത്തിനെ കുറിച്ച്. ബോധപ്രാപ്തൻ നിരീക്ഷിക്കുന്നത് പൂർണ്ണ നിശബ്ദതയിൽ ആണ്. അത് സാധിക്കുന്നത് അവബോധത്തിൽ വർത്തിക്കുന്നതും കൊണ്ടാണ്. അത് സാധ്യം ആകുന്നത് നിരീക്ഷകന്റെ നിരീക്ഷണത്താലും ആണ്. അത് നമ്മൾ സാധകർക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം. ഹരിയോം. നിരീക്ഷണത്തിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് ഓരോ നിമിഷവും നമ്മൾ. മനസ്സിനെ ഒരു സാധകൻ സദാ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സാധകൻ നിരീക്ഷിക്കുന്നത്. മനസ്സിനെ നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ മനസ്സ് കൊണ്ടാണ് നിരീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ വ്യാഖ്യാനങ്ങൾ കടന്നു വരും, ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. എന്നാൽ നിരീക്ഷകനാണ് നിരീക്ഷിക്കുന്നതെങ്കിലോ അവിടെ ഭാവനകൾക്കോ വികാരങ്ങൾക്കോ ഒന്നിനും കടന്നു വരാൻ കഴിയില്ല.
ഈ രണ്ട് രീതിയിലുള്ള നിരീക്ഷണം നമ്മൾ സാധകർ നിരന്തരം മനനം ചെയ്ത് തിരിച്ചറിയേണ്ടതാണ്. അത്രയും ആ നിരീക്ഷകനെ ശക്തിപ്പെടുത്തിയാലേ ഇത് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ, കാരണം മൈൻഡിനോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മളിപ്പം നിരീക്ഷണം ചെയ്യുന്നത്. അപ്പം ആ നിരീക്ഷണം ശക്തിയായില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് സംഘർഷാവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോവും. നമ്മളുടെ നിരീക്ഷണം സംഭവിക്കില്ല. മനസ്സിൻ്റെ വികാര വിചാരങ്ങളിലെയും ഇതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. നിരീക്ഷണം അവിടെ നടക്കില്ല. നിരീക്ഷകൻ്റെ നിരീക്ഷണം നമ്മളെ തിരിച്ചറിവിലേക്കാണ് എത്തിക്കുന്നത്, അവബോധത്തിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ആ തിരിച്ചറിവിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനാണ് നിരീക്ഷകൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളിൽ ഓരോ നിമിഷവും തിരിച്ചറിവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരീക്ഷകൻ്റെ കൂടെ നിന്നാൽ നമ്മളിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അതിൽ നിലനിന്ന് പോകാൻ സഹായിക്കും. ആ അവബോധത്തിൽ, ആ തിരിച്ചറിവിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ ആ നിരീക്ഷകനോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സ് താഴോട്ട് പോകുമ്പോൾ നമ്മൾ അതിൽ വീണു പോവും. തിരിച്ച് കയറി വരാൻ പറ്റില്ല. അവിടെ വിവേകബുദ്ധിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. വിവേകബുദ്ധിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിരീക്ഷകൻ്റെ സാന്നിധ്യം ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. ഈ നിമിഷത്തിൽ നിലനിന്നാലേ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ വൃത്തത്തിലെ ശൂന്യത തന്നെ ചർച്ച ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച ചെയ്യുമ്പം എല്ലാവരും സംസാരിക്കുന്ന എന്തിനെക്കുറിച്ചാണ്? ഒരേ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അവിടെ നിരീക്ഷകൻ ഉണരുന്നു. അതുകൊണ്ടാണ് ആ നിരീക്ഷകനാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ വിഷയം വരുന്നത്. ഭാഷ വ്യത്യാസമാവണമെന്നേ ഉള്ളൂ. ഓരോരുത്തർ സംസാരിക്കുന്ന ഭാഷ, അതിൻ്റെ ടോണ്, അതിൻ്റെ രീതി, അത് മാത്രമേ മാറുന്നുള്ളൂ. വിഷയം ഒന്ന് തന്നെയാണ്. കാരണം അവിടെ മനസ്സല്ല സംസാരിക്കുന്നത്, ഒരു നിരീക്ഷകൻ, സാധകനിലെ നിരീക്ഷകനാണ് സംസാരിക്കുന്നത്. അപ്പം ഈ ചർച്ചാ വിഷയം ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ചർച്ചയിൽ നടക്കുന്നത് എന്താണ്? നിരീക്ഷണത്തിൻ്റെ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്. മനസ്സെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ചിന്തകളെയും വ്യാഖ്യാനങ്ങളെയും നിരന്തരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് വ്യത്യസ്തപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ചിന്തിച്ചതായിരിക്കില്ല പിന്നീട് വരുന്നത്. നമുക്ക് പക്ഷേ തോന്നുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂഷനായിട്ട് തോന്നും. എന്നാൽ അത് പുതിയതായിട്ട് ഉണ്ടായതാണ്. കണ്ടിന്യൂഷൻ അല്ല. നിരീക്ഷകൻ്റെ രീതിയിൽ നോക്കിയാൽ, മനസ്സുകൊണ്ട് നോക്കിയാൽ നമുക്കത് ഒരു കണ്ടിന്യൂഷൻ ആണെന്നേ നമുക്ക് തോന്നുള്ളൂ. മനസ്സുകൊണ്ട് നോക്കിയാൽ. നിരീക്ഷകൻ വന്നാലേ നമുക്കത് കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ചിന്ത വന്ന് അടുത്ത ചിന്ത സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ ചിന്തകൾക്കിടയിലെ ഗ്യാപ്പിനെ കൂട്ടാൻ പറ്റും. മനസ്സുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നതെങ്കിൽ അത് സാധിക്കില്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ധരിച്ചിട്ട് ആ പ്രോസസ്സ് തുറന്നുകൊണ്ടേയിരിക്കും. ശരിയായ രീതിയിൽ മനസ്സിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കും. ഇനി മനസ്സ് എപ്പോഴും ഏത് കാര്യത്തെയും ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻ്റർപ്രിട്ടേഷൻസിൽ കൂടിയാണ്. കാരണം കുറേ ഇൻഫർമേഷൻസ് നമ്മളിൽ കുത്തി നിറച്ച് വച്ചിട്ടുണ്ട്. അത് നമ്മളെ നിഗമനങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും മുൻധാരണകളിലേക്കും എത്തിക്കും. അതിനെ മുൻനിർത്തിയായിരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം നിരീക്ഷകനാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ അവിടെ ഈ വകഭേദങ്ങൾക്കൊന്നും കടന്നു ചെല്ലാൻ സാധിക്കില്ല. കാരണം നിരീക്ഷകൻ മനസ്സിന് എത്തിപ്പെടാൻ കഴിയാത്തിടത്താണ് നിലനിൽക്കുന്നത് നിരീക്ഷകൻ. അപ്പം മനസ്സിൻ്റെ സ്വാധീനം നമ്മുടെ നിരീക്ഷണത്തിൽ വന്നാലും നമ്മൾ നിരീക്ഷണം തുടരുക തന്നെ ചെയ്യും. നിരീക്ഷകനോടൊപ്പമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മനസ്സ് വരും, മനസ്സ് കടന്നു വരും.
എന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റും. കാരണം മനസ്സിനപ്പുറം നിൽക്കുന്ന നിരീക്ഷകനോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ. അപ്പം അതും ഒരു നിരീക്ഷണമാണ്. അങ്ങനെ മനസ്സ് പിടിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതും ഒരു നിരീക്ഷണത്തിലാണ്. അതും അവബോധവും, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാണ് നിലനിൽക്കുന്നത് എന്ന ഒരു അവബോധമാണ് തരുന്നത്. അതൊരു തിരിച്ചറിവാണ്. ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ നിരീക്ഷിക്കുകയാണ്. ഞാൻ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? അവബോധത്തിലാണ്. അവബോധത്തിലൂടെ അവബോധത്തിലേക്ക് പോവുകയാണ്. കാരണം അതിൽ നിലനിന്നുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോഴത്തെ എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ അവബോധത്തിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം അതിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. മനസ്സിന് ഫങ്ഷൻ ചെയ്യാൻ ഒരു റൊട്ടീൻ ആവശ്യമാണ്. അതൊരു നിശ്ചിത രീതിയിലേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഇപ്പം ആശയങ്ങൾ അല്ലെങ്കിൽ ആദർശങ്ങൾ, അതനുസരിച്ച് അതിനെ മുൻനിർത്തിയുള്ള പെരുമാറ്റമായിരിക്കാം, പ്രവൃത്തികളെല്ലാം അങ്ങനെയൊക്കെ ആയിരിക്കാം. മനസ്സ് ഒരു കണ്ടീഷൻ ചെയ്ത് നിൽക്കുന്നത്, ഒരു ചിട്ടയിലാണ് നിൽക്കുന്നത്. മനസ്സൊരു വൃത്തത്തിനുള്ളിലാണ് നിൽക്കുന്നത്. ഒരു ബൗണ്ടറിയുടെ അകത്ത് നിന്നേ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ആ വൃത്തത്തിനുള്ളിൽ അത് സ്വതന്ത്രനാണ്, അതിനെന്തും ചെയ്യാം. അത് പൂർണ്ണ സ്വതന്ത്രനാണ്, കംഫേർട്ട് സോണിലാണ്. മനസ്സിൻ്റെ കംഫേർട്ട് സോണിലാണ്. ആ ബൗണ്ടറിക്ക് അകത്താണെങ്കിൽ ആരെങ്കിലും ആ ബൗണ്ടറിയെ തകർക്കാൻ ശ്രമിച്ചാലോ മനസ്സ് അസ്വസ്ഥമാകും. നിരീക്ഷകൻ ആ ബൗണ്ടറിയെ തകർക്കാനാണ് നോക്കുന്നത്. അപ്പം മനസ്സ് അസ്വസ്ഥമാകും. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നത് മനസ്സിൻ്റെ ബൗണ്ടറിയുടെ പുറത്ത് നിൽക്കുന്ന നിരീക്ഷകനിലൂടെ ആവണം. അപ്പം മനസ്സിനോടൊപ്പം ആണെങ്കിൽ യഥാർത്ഥ നിരീക്ഷണം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ വൃത്തത്തിനുള്ളിൽ കിടന്ന് കറങ്ങുകയുള്ളൂ, അങ്ങനെ മനസ്സിനോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഒരു ബോധപ്രാപ്തൻ നിലനിൽക്കുന്നത് ഈ വൃത്തത്തിന് പുറത്താണ്. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് വൃത്തത്തിലെ ശൂന്യതയോ? നമ്മൾ വൃത്തത്തിനുള്ളിൽ നിന്നാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ആ ചർച്ച നടക്കില്ല. ആ ചർച്ച നമ്മുടെ മനസ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസിലൂടെ മാത്രമേ പോവുകയുള്ളൂ. കുറച്ച് സമയത്തേക്ക് നമ്മുടെ മൈൻഡിനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ വൃത്തത്തിന് പുറത്ത് നിൽക്കുന്ന നിരീക്ഷകനോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമേ ഈ ചർച്ചയൊക്കെ നടക്കുകയുള്ളൂ. വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നത് തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു വൃത്തം വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു സ്പേസിൽ വരയ്ക്കുന്നു, ശൂന്യതയിലാണ് വൃത്തം വരയ്ക്കുന്നത്. അതിനുള്ളിലാണ് എന്തുള്ളത്? മനസ്സ് കിടക്കുന്നത്. ആ വൃത്തത്തിനുള്ളിൽ ഒരു മനസ്സ് കിടപ്പുണ്ട്. ആ മനസ്സിനെ നമ്മൾ ആ വൃത്തത്തിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നോക്കുന്നതും. പക്ഷെ അപ്പോഴത് ആ വൃത്തത്തിൻ്റെ പുറത്തുള്ള ആ ശൂന്യതയെ, പുറത്ത് എന്താണ് ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതറിയണമെങ്കിൽ ആ നിരീക്ഷകനോടൊപ്പം നിന്നാലേ പറ്റൂ. ആ വൃത്തത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന നിരീക്ഷകനോടൊപ്പം നിന്നാലേ വൃത്തത്തിനകത്ത് എന്തുണ്ടെന്നും വൃത്തത്തിന് പുറത്ത് എന്തുണ്ടെന്നും ഇതെല്ലാം നിലനിൽക്കുന്നത് എവിടെയാണ്? ആ ശൂന്യതയിലാണ് എന്നും തിരിച്ചറിയുള്ളൂ. അപ്പം പുറത്ത് നിന്ന് നിരീക്ഷണം ചെയ്ത് വൃത്തത്തിനുള്ളിലെ നിരീക്ഷണങ്ങളെ അതിന് സംഭവിക്കുന്ന എല്ലാം നോക്കുമ്പോൾ അകത്തും പുറത്തും നമ്മൾ ശൂന്യമായിക്കൊണ്ടേയിരിക്കും. അതാണ് ആ വൃത്തത്തിലെ ശൂന്യത. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴെല്ലാം നമ്മളിൽ സംഭവിക്കുന്നത് ആ ശൂന്യതയാണ്. ശൂന്യതയിലേക്കാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതെന്നല്ല. അത് നേരത്തെ ഒരു ചിന്ത പറഞ്ഞല്ലോ, ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തതല്ല. അപ്പം അത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം ആ ബോധപ്രാപ്തം നിൽക്കുന്നത് ആ വൃത്തത്തിന് പുറത്താണ്. വൃത്തത്തിന് പുറത്ത് നിന്ന് നിരീക്ഷിക്കുന്ന നിരീക്ഷകനെയും കണ്ടുകൊണ്ടാണ് ബോധപ്രാപ്തം നിൽക്കുന്നത്. സത്തയായിട്ടാണ് നിൽക്കുന്നത്. അതിന് സാധിച്ചതോ സദാ നിരീക്ഷകനോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ്.
ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഗുരുജി ആന്തരിക നിരീക്ഷണം നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു പരിശീലനമാണ് നമ്മൾക്ക് നൽകി വരുന്നത്. നിരീക്ഷണത്തിലൂടെ മാത്രമേ ഒരു സാധകന് സ്വയം തിരിച്ചറിയുവാൻ കഴിയൂ. സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവന് സാധനാ യാത്രയിൽ മുന്നോട്ട് പോകുവാനും കഴിയും. അപ്പോൾ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലും ഗുരുജി 2 തരത്തിലുള്ള നിരീക്ഷണത്തെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അതായത് ഒന്ന് മനസ്സ് കൊണ്ടുള്ള നിരീക്ഷണം, രണ്ടാമത്തത് നിരീക്ഷകന്റെ തലത്തിൽ നിന്നുള്ള നിരീക്ഷണം. മനസ്സുകൊണ്ടുള്ള നിരീക്ഷണത്തിന്റെ പോരായ്മകളെ കുറിച്ച് ഗുരുജി നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിവിടെ ആവർത്തിക്കുന്നില്ല. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗുരുജി ഇന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സുകൊണ്ടുള്ള നിരീക്ഷണമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊരു നിരീക്ഷണമല്ല. അപ്പം നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷകന്റെ ആ തലത്തിൽ നിന്നുള്ള നിരീക്ഷണം മാത്രമാണ്. മനസ്സുകൊണ്ടുള്ള നിരീക്ഷണം എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളത്തരം എന്താണെന്ന് ഗുരുജി വ്യക്തമാക്കി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ മനോതലത്തിൽ നിന്നാണ് ഈ നിരീക്ഷണം ചെയ്ത് സംസാരിക്കുന്നത്. എന്നാൽ കൂടുതൽ ജാഗ്രത പുലർത്തി നിരീക്ഷണത്തെ മെച്ചപ്പെടുത്തുവാൻ ഉള്ള ഒരു പരിശീലനത്തിലാണ് സാധകർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ വൃത്തത്തിലെ ശൂന്യത ചർച്ച ചെയ്യുന്നതിലൂടെ നിരീക്ഷണം എങ്ങനെ നടത്താമെന്ന് ദിവസേന ഗുരുജി അതിന്റെ പലവിധ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ മനനം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇതില് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് കണ്ടീഷൻ മൈൻഡാണ് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ മനസ്സിന്റെ പ്രതികരണങ്ങളെ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മനസ്സിനെ സദാ നിരീക്ഷിച്ച് ഒട്ടലില്ലാതെ ഈ നിമിഷത്തിൽ നിൽക്കുവാൻ പ്രാപ്തി നേടിയാൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയും. മനസ്സിന് എപ്പോഴും ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും സഞ്ചരിക്കാനാണ് ഇഷ്ടം. ഈ നിമിഷത്തിൽ നിൽക്കുക എന്നത് മനസ്സിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ നിരീക്ഷണം സാധ്യമാകണമെങ്കിൽ മനസ്സിനെ ഈ നിമിഷത്തിൽ നിർത്തുവാൻ സാധകർക്ക് കഴിയേണ്ടതാണ്. അപ്പൊ അതിന്റെ ആ കണ്ടീഷൻ മൈൻഡിനെ അതിനൊന്ന് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ശരിയായ നിരീക്ഷണം നടത്തേണ്ടത് നിരീക്ഷകനാണ്. അതായത് നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷകൻ നടത്തുന്ന നിരീക്ഷണം മാത്രമാണ്. ആ നിരീക്ഷകൻ ഉണരണമെങ്കിൽ മനസ്സിനെ സൈലൻസിൽ നിർത്തുവാൻ കഴിയണം. ഗുരുജി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ആ നിശബ്ദതയിലാണ് നിരീക്ഷകൻ ഉണരുന്നത്. അതായത് ആ മനസ്സിൽ നിന്ന് വേർപെട്ട് നിൽക്കുമ്പോൾ. ഇവിടെ ആ മനസ്സിനെ നിശബ്ദതയിലാക്കുമ്പോൾ ആ സൈലൻസിനോടൊപ്പം പ്യൂരിറ്റിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, മനസ്സാണ് ചിന്തകളുടെയും വാക്കുകളുടെയും കർമ്മങ്ങളുടെയും എല്ലാം ഉദ്ഭവസ്ഥാനം. അപ്പൊ നിരീക്ഷണത്തെ ഉണർത്തുവാൻ ശ്രമിക്കുന്നവർ ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളും മോശമായ ചിന്തകളും കടന്നു വരാം. അവയോടൊന്നും ഒട്ടലില്ലാതെ നിൽക്കുവാൻ സാധകന് കഴിയണം. പ്രത്യേകിച്ച് ആത്മീയതയോട് തീവ്രമായ പ്രണയമുള്ളവർക്ക് അവരിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും കൂടുതൽ കടന്നു വരുന്നത്. അപ്പോൾ മോശമായ ചിന്തകൾ വരാനുള്ള സാധ്യത കുറയുന്നു. ചിന്തകളില്ലാതെ ദീർഘനേരം മനസ്സിനെ നിശ്ചലമാക്കി ധ്യാനത്തിലേക്കുവാൻ ചില സാധകർക്ക് കഴിയുന്നു. അതുപോലെ തന്നെ വാക്കുകളിലും കർമ്മങ്ങളിലും പ്യൂരിറ്റി നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. സത്യമായ കാര്യങ്ങളായിരിക്കും ഒരു സാധകനിൽ നിന്നും വാക്കുകളായി പുറത്തു വരിക.
എന്ന് വെച്ച് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുവാനും ഉള്ളതല്ല. യോഗസൂത്രത്തിൽ സത്യം പറയുക എന്നതിനെ നിർവചിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഗുണകരമായ സത്യങ്ങൾ മാത്രം പറയുക എന്നതാണ്. അപ്പോൾ മാത്രമേ കേൾക്കുന്നവന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ വാക്ശുദ്ധി ഉണ്ടാകുന്നു. പക്ഷെ നമുക്കറിയാം, ചില വ്യക്തികൾ അവരുടെ പോരായ്മകളും പരിവേദനങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേൾക്കുന്നവരുടെ മനസ്സിനെ പോലും മലിനപ്പെടുത്തും. അവിടെ വാക്ശുദ്ധി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു സാധകൻ എപ്പോഴും വാക്ശുദ്ധി പാലിക്കുന്നവനായിരിക്കണം. പിന്നീട് കർമ്മങ്ങളെ അർപ്പണ മനോഭാവത്തോടെ അകകർമ്മങ്ങൾ ആക്കി മാറ്റിയാൽ അവിടെ കർമ്മശുദ്ധിയും കൈവരുന്നു. ഇത്രയും പറഞ്ഞു വന്നത് മനസ്സിനെ സൈലൻസിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ചിത്തശുദ്ധി കൈവരിക്കേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുവാനാണ്. കാരണം ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിനെ നിശ്ചലാവസ്ഥയിൽ നിലനിർത്തുവാൻ കഴിയും. മനസ്സിനോട് പൊട്ടലില്ലാതെ നിൽക്കുവാൻ കഴിയും. അപ്പോഴാണ് നിരീക്ഷകൻ ഉണരുന്നത്. അപ്പോൾ മാത്രമേ യഥാർത്ഥ നിരീക്ഷണം സംഭവിക്കുകയുള്ളൂ. ഇപ്പോഴും നമ്മൾ മനോതലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നിരീക്ഷണം നടത്തുന്നത്. അതിനാൽ തന്നെ മനസ്സിന്റെ വ്യാഖ്യാനങ്ങൾ കടന്നു വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷെ നിരീക്ഷണം നിത്യസാധനയാക്കുമ്പോൾ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്നു. മനസ്സുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ കുറഞ്ഞു വരുന്നു. മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളോട് ഒട്ടലില്ലാതെ നിലനിൽക്കുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മനോഭാവങ്ങളെയും എല്ലാം സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുവാൻ സാധകന് കഴിയണം എന്നും ഗുരുജി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഓരോ നിമിഷവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിരീക്ഷണവും ആവശ്യമാണ്. അതായത് നിരീക്ഷണം നിരന്തരമായ ഒരു പ്രക്രിയയായി സാധകൻ പാലിക്കേണ്ടതാണ്. അതിന് ഈ മനസ്സിനെ അഴിച്ചു പണിയേണ്ടത് ആവശ്യമാണ്. കാരണം ആന്തരിക നിരീക്ഷണം എന്നത് മനസ്സിനെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചു, കണ്ടീഷൻ മൈൻഡ്. അതിനെ അഴിച്ചു പണിയേണ്ടതാണ്. അത് അല്ലെ നിരീക്ഷണം നടത്തുമ്പോൾ മനസ്സിന്റെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകും. മനസ്സ് അതിനെ വ്യാഖ്യാനിക്കും. അതൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ മനസ്സ് കടന്നു പോയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചെറുത്തുനിൽപ്പ് മനസ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പൊ ആ മനസ്സ് ആ നിരീക്ഷണത്തിൽ ഇടപെട്ട് ആ നിരീക്ഷകന്റെ നിരീക്ഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ആത്മവിചാരവും നിരീക്ഷണം എന്ന നിത്യസാധനയും ചിത്തശുദ്ധിയും കൊണ്ട് മനസ്സിനെ നിശ്ചലമായ ധ്യാനാത്മക മനസ്സാക്കി നിരീക്ഷകനെ ഉണർത്തുവാൻ എല്ലാ സാധകർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിയോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിയോ. ഇന്ന് ഗുരുജി നമുക്ക് പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മനസ്സിന്റെ നിരീക്ഷണവും നിരീക്ഷകന്റെ നിരീക്ഷണവും. ശരിക്കും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആവർത്തന സ്വഭാവമുള്ള മനസ്സാണ്. എന്നാൽ ഇത് പുതുമയും തേടിക്കൊണ്ടിരിക്കുന്നു. വിരസത നമ്മൾ സൃഷ്ടിക്കുന്നു, അതേപോലെ സന്തോഷവും ജനിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വീടിന് CCTV വെച്ചിട്ടുണ്ട്, അവിടെ ഒരു വാച്ച്മാനും ഉണ്ടെന്ന് സങ്കല്പിക്കും. സ്വാഭാവികമായിട്ട് എന്താണ്, അവിടെ ഒരു കള്ളൻ പ്രവേശിക്കാൻ ശ്രമിച്ചു. അപ്പം അത് അറിഞ്ഞു, കള്ളനെ പിടിച്ചു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വയ്ക്കും. CCTV ദൃശ്യങ്ങൾ എന്തായിരിക്കും? എല്ലാം കാണിച്ചു തരും, പക്ഷെ ശബ്ദമുണ്ടാവില്ല. എല്ലാം നോട്ടീസ് ചെയ്തു തരും. എങ്ങനെയാണ് കയറിയത്, എങ്ങനെയാണ് പൂട്ട് പൊളിച്ചാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണത് ദൃശ്യമാക്കി തരും. അദ്ദേഹത്തിന് പിക്ചർ അടക്കം കാണിച്ചു തരും. ഇതുപോലെ തന്നെ
വാച്ച്മാനും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും അത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഈ മനസ്സിനെ വാച്ച്മാൻ എന്ന് സങ്കല്പിച്ചാല് സംഭവിക്കുന്ന എന്താണ്? മനസ്സിന്റെ വ്യാഖ്യാനങ്ങള്, അയാള് അഭിമുഖീകരിച്ച നിമിഷങ്ങളെ പറ്റി, അയാളുടെ കയ്യിൽ നിന്നുള്ള സംഭാവനകൾ എല്ലാം ചേർത്തായിരിക്കും അയാൾ പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ശരിക്കും ഈ കുറിച്ച് പറഞ്ഞ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾ നിശബ്ദനായി നമുക്ക് കാണിച്ചു തരുന്നു, സത്യസന്ധമായി എല്ലാം കാണിച്ചു തരുന്നു. അതേസമയം വാച്ച്മാൻ പറയും ചിലപ്പം എന്താണ്, മതില് പൊളിച്ചാണ്, അപ്പൊ വാച്ച്മാൻ ഉറങ്ങുകയായിരിക്കും ചില സമയത്ത്. ആ സമയത്ത് നിന്ന് ഉറങ്ങിയപ്പോഴാണ് കള്ളൻ ചാടി കിടന്നത്. ശബ്ദം കേട്ടാണെങ്കിൽ ഈ കള്ളനെ പിടിക്കാൻ ചെന്നതും ഒക്കെ. അപ്പം വാച്ച്മാൻ ഒരിക്കലും പറയില്ല ഇന്ന പ്ലേസിലൂടെ അല്ല വന്നത്, അവിടെ ആണെങ്കിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ രീതിയിൽ എന്ത് ചെയ്യും, ന്യായീകരിക്കാൻ ശ്രമിച്ചു. ന്യായീകരണങ്ങളിലാണ് മനസ്സ് പലപ്പോഴും നിലകൊള്ളുന്നത്. കാരണം എന്ത് തെറ്റ് ചെയ്താലും പറയും, നാവ് എന്ത് ചെയ്താലും പല്ലിനാ കേട് സംഭവിക്കുന്നത്. നാവിന്റെ ദോഷം പല്ലിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എന്താണോ നമ്മൾ നാവിലൂടെ പറയുന്നത് അത് നല്ലതാവാം ചീത്തയാവും. നല്ലതാണെങ്കിൽ ശ്രേയസ് കിട്ടും, ചീത്തയാണെങ്കിൽ പല്ല് പൊഴിയും. അപ്പൊ ഈ ഒരു ഇതാണ്. അപ്പൊ എപ്പോഴും ന്യായീകരണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ ന്യായീകരണങ്ങളിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും അത് മനസ്സിന്റെ ശബ്ദമാണ്, മനസ്സിന്റെ നിരീക്ഷണമാണ് നമുക്ക് ഉറപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കണ്ടീഷണൽ മൈൻഡിനെ പറ്റി കുറിച്ച് പറഞ്ഞു. പക്ഷെ ഒരു തുടക്കക്കാരനായ സാധകനെ സംബന്ധിച്ചോളം അവനൊരു കണ്ടീഷണൽ മൈൻഡ് ആദ്യം വയ്ക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നുവെച്ചാൽ അവന്റെ ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തുമ്പോൾ അവൻ ഇന്ന സമയത്ത് സാധന ചെയ്യുന്നു, ഇത്ര സമയം ചെയ്യുന്നു. അവൻ ഒരു സാധകൻ, തുടക്കക്കാരനായ സാധകൻ എപ്പോഴും ഒരു കുടത്തിലെ ദീപം പോലെ ഇരിക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ അവന് ആ കിട്ടുന്ന അവയർനെസ്സും അവൻ ആ സാധന അനുഭവങ്ങളായാലും അല്ലെ സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് ഒരു കുടത്തിലെ ദീപം പോലെ ഇരിക്കും. അവൻ കുടത്തിലെ ദീപത്തിന് എന്താണ് പ്രത്യേകത? ഒരിക്കലും അതിന്റെ പ്രകാശം പുറമേ വരില്ല. അവന് അനുഭവിച്ചറിയണം. അവൻ ചെയ്യുന്നതിനെ പറ്റി അവന് ധാരണ സൃഷ്ടിക്കും. അതാണ് ഇപ്പൊ ഒരു കണ്ടീഷണൽ മൈൻഡ് എന്ന് പറയുന്നത്. ധാരണ സൃഷ്ടിക്കും. ഈ ധാരണയിലൂടെയാണ് അവൻ വളർന്നു വരുന്നത്. അപ്പോൾ എപ്രകാരമാണോ നമ്മളൊരു മാവോ അല്ലെ എന്തെങ്കിലും ചെടി നടുമ്പോൾ വേലി കെട്ടി അതിനുള്ളിൽ നിർത്തും, എന്താണ്, മൃഗങ്ങളൊന്നും വന്ന് ഭക്ഷിക്കാതിരിക്കുക. അപ്പൊ അതുപോലെ കുറെ നാൾ അവൻ ജീവിക്കേണ്ടി വരും. ഒരു സാധാരണ തുടക്കം അങ്ങനെയായിരിക്കും. എന്നാല് അവൻ പരിപക്വത നേടി എന്ന് മനസ്സിലാകുമ്പോൾ, അവന് മനസ്സിലാകുമെന്ന് അറിയില്ല, എപ്പോഴെങ്കിലും അവൻ അതിൽ നിന്നും പറയില്ലേ, ആ ദീപം പുറത്തേക്ക് അവന്റെ ആ പ്രകാശം ചൊരിയുന്ന അവസ്ഥ കൈവരിക്കുമ്പോൾ മാത്രമാണ് അവനില് ആ സാധനയുടെ പ്രത്യക്ഷ അനുഭവങ്ങൾ ദൃശ്യമായി തുടങ്ങുന്നത്. അപ്പോൾ ഈ മരത്തെ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. അത് വലിയൊരു മരമായി മാറി. ചെടിയായിരുന്നപ്പോൾ കിട്ടിയ വേലി മരമാകുമ്പോൾ ആവശ്യമില്ല. കാരണം എന്താണ്, അത് കഴിവ് നേടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ വേലിയുടെ ആവശ്യം അവിടെയില്ല. അപ്പൊ ഇതുപോലെയാണ് കണ്ടീഷണൽ മൈൻഡിന്റെ പ്രത്യേകത. നമ്മൾ സ്വയം ആർജിച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ആ കണ്ടീഷൻ മൈൻഡ് നമ്മളായിട്ട് ആ ധാരണകൾ പൊളിക്കേണ്ടി വരും. അപ്പൊ ഈ ധാരണകൾ പൊളിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നിരീക്ഷകൻ മാത്രമാണ്. മനസ്സ് നിരീക്ഷണം കൊണ്ടാണെങ്കിൽ ഒരിക്കലും പൊളിക്കാനും സമ്മതിക്കത്തില്ല, അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കും. കാരണം എന്താണ്, തന്നിലുണ്ടായ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സൊരിക്കലും തയ്യാറാണ്. എന്താണ്, ഒരു കംഫർട്ട് സോണിലാണ് മനസ്സെപ്പോഴും നിൽക്കുന്നത്. അതും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്, മനസ്സ് ആവർത്തന സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഇവിടെ മനസ്സിന്റെ ഒരു പ്രവർത്തനമുണ്ട്. മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങള്, തൃപ്തി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, അവന് അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് അതിൽ ജീവിക്കും. അവന്റെ കംഫോർട്ട്, ഇപ്പൊ പറയില്ലേ, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള വിനോദം, ഇതിലൊക്കെ ഏർപ്പെട്ട് അവൻ ജീവിക്കുമ്പോൾ ആരും അലോസരപ്പെടുത്തുന്നില്ല എങ്കിൽ അവൻ കംഫോർട്ടബിൾ ആണ്. അപ്പോൾ അവന്
അവന് യാതൊന്നിനെ പറ്റി അവന് ഉത്കണ്ഠയില്ല. എന്നാൽ അവിടേക്ക് ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും അനുഭവങ്ങളോ അവനിലേക്ക് ബാധിച്ചു കഴിയുമ്പോൾ അവൻ വേവറിങ് മൈൻഡിലേക്ക് പോകും. എന്തുകൊണ്ട്? തൻ്റെ കംഫോർട്ട് സോൺ നശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ മാറ്റം സംഭവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വീണ്ടും അതെന്ത് ചെയ്യണം? കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രയത്നിക്കാൻ ശ്രമിക്കും. എന്നാൽ തന്നിൽ വന്ന പ്രശ്നത്തെ നേരിടാനോ കാണാനോ ഉള്ള ക്ഷമയോ സഹനോ അവൻ കൊടുക്കാറില്ല. എന്തുകൊണ്ട്? മനസ്സതല്ല പഠിപ്പിച്ചേക്കുന്നത്. മനസ്സ് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനും പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാനും ഒക്കെ ഉള്ള അവസ്ഥ അവനിൽ നിലകൊള്ളുന്നുണ്ടോ എന്നുള്ള വാസ്തവമായ ഒരു കാര്യമാണെങ്കിൽ പോലും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മനസ്സ് സമ്മതിക്കില്ല. കാരണം എന്താണ്? മനസ്സ് വ്യാഖ്യാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്നുവെച്ചാൽ നിന്റെ തെറ്റല്ല, അത് മറ്റുള്ളവരുടെ തെറ്റാണെന്ന് ഒക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലെ ഒരു ദുഷിപ്പായിരിക്കും അത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ആശയം മറ്റുള്ളവരിലേക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്ത് അത് വേറൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. ഇതുപോലെയാണ് മനസ്സ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ്? മനസ്സ് കംഫോർട്ട് സോൺ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അവിടുന്ന് വ്യാകുലതകൾ നിറഞ്ഞ ആ ലോകത്തേക്ക് പ്രവേശിക്കും. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധകന്റെ ജീവിതത്തിൽ വ്യാകുലതകൾ വന്നുകൊണ്ടേയിരിക്കും. എന്താണ്? അവൻ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അറിഞ്ഞറിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ അനുഭവങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കണം. ഗുരുജിയുടെ ഒരു അവധൂതചിന്തയുണ്ട്. ഓ ഗോഡ്, ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം എന്നാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. എനിക്കൊരു വലിയ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് ഈശ്വരനോട് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഓ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ്? പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ് കാരണം? പ്രശ്നത്തെ ഈശ്വരനേക്കാളും ഈശ്വരനേക്കാളും വലുതാക്കി കാണിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ എനിക്ക് ഈശ്വരൻ കൂടെയുണ്ടോ എന്നുള്ള ദൃഢനിശ്ചയം, അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതില്ല എങ്കിൽ നമ്മൾ പറയില്ലേ, നമ്മുടെ ഗുരുവിനെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ശിഷ്യൻ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആ ശിഷ്യൻ ഈ വിവേകാനന്ദ സ്വാമികള് സർവസ്വത്തിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാമകൃഷ്ണ സ്വാമി മരിക്കുന്ന സമയത്ത് പോലും വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിരിക്കുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉള്ളുപോലെ ഉലഞ്ഞു പോകും അത് വായിച്ചു കേൾക്കുമ്പോൾ. എന്തുകൊണ്ട്? നമ്മളും അതേപോലെ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും അതാണ് നമ്മളില് ഇപ്പം ഈശ്വരനെ പ്രത്യക്ഷ ദൈവമായ ഈശ്വരനായ ഗുരുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടും. ഞാൻ സ്നേഹിക്കുന്നില്ലേ എന്ന് നമ്മൾ അകത്തോട്ട് ചോദിക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേകം. അപ്പൊ എന്താണ്? നമ്മള് എല്ലാം മനസ്സുകൊണ്ടാണ് കാണുന്നത്. ആ പ്രണയത്തെ പോലും മനസ്സുകൊണ്ടാണ്. എന്നോട് കൂടുതൽ സ്നേഹമുണ്ട്, അല്ലെ എന്നെ വിളിക്കുന്നു, എന്നെ കാണുന്നു, ചിന്തിക്കുന്നു. അപ്പം എന്നിലേക്ക് എന്നുള്ള ഒരു ത്വര സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മനസ്സിന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിനെയും അളക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നമ്മളിൽ അതല്ല വേണ്ടത്, പരിപൂർണമായ വിശ്വാസം. കാരണം അടിയുറച്ചതാവണം. ആ വിശ്വാസത്തെ ഇളക്കാൻ പ്രകൃതി ശ്രമിക്കും, സ്വാഭാവികമാണത്. പലതവണ ശ്രമിച്ചേക്കാം, അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ നമ്മൾ തകർന്ന് വീണേക്കാം. എന്നാലും നമുക്ക് ഉയർത്തെഴുന്നേക്കാനുള്ള ആർജവം നമ്മളിൽ കെട്ടിപ്പടുക്കണം. ആ കെട്ടിപ്പടുക്കുന്ന അവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ ദൃഢനിശ്ചയം പോലെ തന്നെ വിവേകബുദ്ധി ഉണരണം. വിവേകബുദ്ധിയുടെ കൈക്കരുത്തും ധ്യാനാത്മകമായ മനസ്സിന്റെ പ്ലാറ്റ്ഫോമും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നിരീക്ഷകനെ ശക്തമായ തോതിൽ ഉണർത്താൻ സാധിക്കുന്നത്? ആ ശക്തമായ തോതിൽ ഉണർന്നെങ്കിൽ മാത്രമല്ലേ സത്യത്തെപ്പറ്റിയുള്ള
ആ കാഴ്ച നമുക്ക് കാട്ടിത്തരും സത്യയെക്കുറിച്ചുള്ളത്. അതുവരെ നമ്മളിപ്പോഴെല്ലാം ചെയ്യുന്ന സത്യമുണ്ട്, സത്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. സത്യമുണ്ട്, എന്നിൽ സത്യം നിലനിൽക്കുന്നുണ്ട്. സത്യയെ കാണാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ എന്തുകൊണ്ട് കാണണം, എങ്ങനെ കാണണം ഇതിനെപ്പറ്റി ഒരു ബോധേടല്ല. എന്താണ്, നമ്മൾ ആ ബോധവികാസത്തെ പ്രാപിച്ചിട്ടില്ല, അത്രയും. അതുകൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ ഇത് കാട്ടിത്തരാൻ ഗുരു നമ്മുടെ കൂടെ ഉണ്ട്. അതൊരു ആശ്വാസമാണ് തീർച്ചയായിട്ടും. കാരണം ബോധപ്രാപ്തനായ ഗുരു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ആ അടിയുറച്ച വിശ്വാസത്തിലാണ് നമ്മളതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. അപ്പം ഈ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മനസ്സിനെ നമ്മൾ എങ്ങനെ കാണണം, നിശബ്ദമായി നമ്മളെ സത്യയിലേക്ക് എത്തുന്ന നിരീക്ഷകനെ എങ്ങനെ കാണണം, ഇത് ചോയ്സ് ഉണ്ട്. 2 ചോയ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗുരുവിനെ വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും നിരീക്ഷകനെ വിശ്വസിച്ചേ പറ്റും. നിരീക്ഷകനിൽ വിശ്വാസമുള്ള വ്യക്തിക്ക് മറ്റു ഘടകങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സത്തയുടെ പ്രണയത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് പോകാൻ ബോധപ്രാപ്തനായ ഗുരു നമ്മളെ സഹായിക്കുമെന്നുള്ളത് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങൾ നമിച്ചുകൊണ്ട് ഹരി ഓം.